റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ഒരു സിവിൽ എഞ്ചിനീയർ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട സബ്ജക്റ്റാണ് RCC. ഏത് എക്സാം എടുത്താലും, അസിസ്റ്റന്റ് എഞ്ചിനീയർ എടുത്താലും, ഏത് ഓവർസിയർ എക്സാം എടുത്താലും, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, പോളി ലെക്ചറർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഏത് എക്സാം എടുത്താലും RCCന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സബ്ജക്റ്റ്. ഇനി എക്സാം മാത്രമല്ല, ഇൻ്റർവ്യൂവിനാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ നിന്ന് വരും. ഇത് തിയറി മാത്രമല്ല, ഇതിൻ്റെ കോഡൽ പ്രൊവിഷൻസും കൺസെപ്റ്റ്സും ക്ലിയർ ആയിരിക്കണം. സോ ഫ്രണ്ട്സ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ലെക്ചർ സീരീസ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, I invite you to the official video lecture series of Amaze Academy's RCC. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇംപ്രവൈസ്ഡ് വേർഷനാണ് TMD ബാസിൽ. TMD ബാസിൽ നമ്മൾ അങ്ങനെ ഒരു ടൈപ്പ് ഫെയിലിയർ ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ ടോർഷൻ വഴിയും ഫെയിലാവും. നമ്മളൊരു ഷാഫ്റ്റിൽ ഒരു റൊട്ടേഷൻ മൊമെൻ്റ് കൊടുക്കുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്തും ഫെയിലാകാൻ പറ്റും. പിന്നെ വരുന്നത് എർത്ത്ക്വേക്ക് ലോഡാണ്, ഭൂമി കുലുക്കം. അത് കാരണവും ശരിക്കും ഫോഴ്സുകൾ ടോൾ സ്ട്രക്ചേഴ്സിനൊക്കെയാണ് വില്ലോഡ്സ് വരുന്നത്. കാരണം വില്ലോഡ് വരുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെങ്ത് കിട്ടുമല്ലോ. ആ സ്ട്രെങ്ത് വെച്ച് ഒരു ഗ്രാഫ് വരച്ചു കണ്ടേ, ഒരു എസ്കർവാണ്. അപ്പോൾ മീൻ സാധാരണ സിംപിളി സപ്പോർട്ട് ബീമാണ്, അത് ബെൻഡ് ചെയ്തു. ലോഡ്സ് കാരണം നമ്മൾ മേളിൽ നിന്ന് ലോഡ് ചെയ്യുമ്പോൾ ബെൻഡ് ചെയ്യുമ്പോൾ മേളിൽ കംപ്രഷനും താഴെ ടെൻഷനുമാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം താഴത്തെ ഫൈബേഴ്സ് കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്താൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ സ്ട്രെയിനിൻ്റെ പാരാമീറ്റേഴ്സ്. നമ്മൾ രണ്ട് സൈഡിലും റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അത് ഫിഗർ കാണാം. അതിനകത്തൊരു ലോഡിങ് അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ മേളിൽ നിന്ന് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ താഴെ ടെൻഷനും മേളിൽ കംപ്രഷനുമാണ് വരുന്നത്. ലോറി ട്രാവൽ ചെയ്യാമെന്ന് വെച്ചു. അപ്പം എന്തായാലും അതിൻ്റെ എക്സ്പാൻഷൻ ജോയിൻസിൽ ലോറികളുടെ വീല് കാരണം റോഡിലോട്ട് ഒരു ഇമ്പാക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു സെക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡോ വരുന്ന അൺബാലൻസ്ഡ് ഫോഴ്സുകൾ കാരണം വരുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാരണം കണ്ട് ഇവിടെ ഒരു ബീം കാണിച്ചിട്ടുണ്ട്. അവിടെ ക്ലിയർലി നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റത്തോട്ട് വരുമ്പോൾ ബെൻഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഒരു ഐ സെക്ഷനാണ്. ഒരു സ്റ്റീൽ ഐ സെക്ഷൻ്റെ മുകളിൽ സ്റ്റഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റഡ്സ് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് ബീം കാസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചോ. ഇവിടെ ഒരു ബീം കാണിച്ചിട്ടുണ്ട്. ബീമിനകത്ത് നമുക്ക് ഒന്ന് ഡീപ്പായിട്ട് പോവാം. അവിടെ കാണിച്ചിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റുകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ബീമിൽ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ടോർഷൻ വരുമ്പോൾ, അതായത് ഒരു മൊമെൻറ്റ് ഈ പറയുന്ന പോലെ ഒരു ബീമിൻ്റെ ലോഞ്ചിറ്റ്യൂണൽ ആക്സിസിന് എബൌട്ടായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ മൊമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോഴല്ലേ അത് ടോർഷൻ ആവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡറി ബീംസിനെ ലോഡ് ചെയ്യുന്നു. അപ്പോൾ ലോഡ് ചെയ്യുമ്പോൾ സെക്കൻഡറി ബീംസ് ബെൻഡ് ചെയ്ത് അവിടെ ബെൻഡിങ് മൊമെൻറ്റ് അറേസ് ചെയ്യും. ഇവിടെ ഒരു ഡീപ്പ് ബീം കാണിച്ചിട്ടുണ്ട്, നല്ല ഡെപ്തിലുള്ള ബീം അവിടെ ലോഡ് ചെയ്യുന്നുണ്ട്. ലോഡ് ചെയ്യുമ്പോൾ അത് ലാറ്ററലി ബക്കിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബീമിൽ നമ്മളൊരു ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യുവാണ്. ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് അപ്ലൈ ചെയ്തപ്പോൾ അത് സർക്കുലറിൽ ഇങ്ങനെ ട്വിസ്റ്റായി ഫെയിൽ ചെയ്യുന്നതായിട്ട് കാണാം. ലോഞ്ചിറ്റ്യൂണൽ ആക്സിസിന് ഏകദേശം 45 ഡിഗ്രി ഈ സപ്പോർട്ട്സിൽ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്, ഹോഗിങ് ബെൻഡിങ് മൊമെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്പോർട്ട്സ് എവിടെയൊക്കെ വരുന്നോ അവിടെ എല്ലാം നമ്മൾ മേളിൽ ടോപ്പിലും റീഇൻഫോഴ്സ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. 2 വേ സ്ലാബിൻ്റെ നമ്മൾ അതിൻ്റെ ബെൻഡിങ് നോക്കാം. നമ്മൾ 1 വേ സ്ലാബിൻ്റെ ബെൻഡിങ് നോക്കിയായിരുന്നു, അതുപോലെ 2 വേ സ്ലാബിൻ്റെ ബെൻഡിങ് നോക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് 2 വേ സ്ലാബിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇതിൻ്റെ ഡീറ്റെയിലിങ് നമ്മൾ ഇനി വരും, ന്യൂമറിക്കൽ ഡീറ്റെയിലിങ് എത്ര ലെങ്തിലാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഇനി വരും. ഇത് ജസ്റ്റ് നമ്മൾ ആ ബെൻഡിങ് കണ്ടു. ഇപ്പോൾ 1 വേ സ്ലാബിൻ്റെ 2 വേ സ്ലാബിന് എങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത്, ബെൻഡിങ് ഒന്ന് കാണാം. ഇവിടെ ലോഡ് ചെയ്യുമ്പോൾ ഫിക്സ്ഡ് എൻഡ് എവിടെയാണോ വരുന്നത് അവിടെ സ്ലോപ്പ് 0 ആയിരിക്കും. പിന്നെ പാർഷ്യലി റെസ്ട്രെയിൻഡ് അഗൈൻ റൊട്ടേഷനും ഉണ്ട്. അങ്ങനെ പല കണ്ടീഷൻസും ഉണ്ട്. അപ്പം 3 കണ്ടീഷൻസ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. കൊടുക്കുന്ന പോലെ ബാർസ് അതിൻ്റെ ഹെലിക്കൽ രൂപത്തിൽ ഒരു കണ്ടിന്യൂസ് നേച്ചറിൽ നമുക്ക് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്ലാൻ വ്യൂവും കാണിച്ചിട്ടുണ്ട്. പ്ലാൻ വ്യൂ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഒരു കോളം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ആക്സിസ് കാണിച്ചിട്ടുണ്ട്, X ആക്സിസും ഉണ്ട്, Y ആക്സിസും ഉണ്ട്. അപ്പോൾ ലോഡ് ചെയ്യുന്നത് ഇവിടെ X ആക്സിസിന് ഒരു എക്സെൻട്രിസിറ്റിയിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ലോഡ് ആൻഡ് മൊമെൻറ്റ്, ലോഡ് Y ആക്സിസിലും X ആക്സിസിൽ മൊമെൻറ്റും വരുന്ന ഒരു കർവിനെയാണ് നമ്മൾ ഇൻട്രാക്ഷൻ കർവ് എന്ന് പറയുന്നത്. എൻ്റെ കർവിൻ്റെ വേരിയേഷൻ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ കർവിനെ 3 സോൺസ് ആയിട്ട് തിരിക്കാം. പക്ഷെ നമ്മൾ ശരിക്കും കാണുന്നത് ഇതിൻ്റെ രണ്ടിനെ നെറ്റ് മൊമെൻ്റ് ആണ്, നെറ്റ് എഫക്റ്റ് ആണ്. അതാണ് ശരിക്കും നമുക്കിവിടെ ബെൻഡിങ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ സെക്ഷൻ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഒരു D ഡിസ്റ്റൻസിലാണെങ്കിൽ അവിടെ കണ്ടില്ലേ ഷിയർ ചെയ്ത് പോകുന്ന അത് ബ്ലോക്കായിട്ട് തന്നെ ഷിയർ ചെയ്തു വെർട്ടിക്കലി. ഇവിടെ ഫെയിലർ അല്ലെങ്കിൽ ഒരു ഡയഗണൽ ക്രാക്ക് വരുന്നത് ഒരു ട്രങ്കേറ്റഡ് കോൺ ഓർ പിരമിഡിൻ്റെ ഷേപ്പിലാണ്. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലോട്ട് കോളങ്ങൾ വരും. പിന്നെ ഡബിൾ ബാർസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അത് വരുന്ന സ്ലൈഡിൽ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് 1 വേ ഫൂട്ടിങ്ങിൻ്റെ ഡിസൈൻ വരുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ടത്
നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ലാറ്ററലി ബക്കിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇത് ഹാർഡൻ ആയി കഴിഞ്ഞിട്ട് ഇടയ്ക്കുള്ള ആ വയറുകൾ നമ്മൾ കട്ട് ചെയ്താൽ കളയുന്നത്. കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം. കട്ട് ചെയ്ത് കളയുമ്പോൾ എന്ത് പറ്റും, അവിടെയും അത് വലിച്ചല്ലേ നിൽക്കുന്നത്. ഹൈഡ്രോളിക് ആക്സസ് വലിച്ചു വെച്ചേക്കോ ഈ സ്റ്റീൽ ടെൻഡൻസ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അവിടെ ഒരു ആക്സിയൽ കംപ്രഷൻ, ഒരു കംപ്രസീവ് സ്ട്രെസ് അവിടെ ഉണ്ടാവുകയും ഇൻഡ്യൂസ് ആവുകയും അങ്ങനെ ആ ഒരു നമുക്ക് വേണ്ട ഇതാണ് ഒരു പ്രീകാസ്റ്റ് യൂണിറ്റാണ്. നമ്മളത് എടുത്ത് മാറ്റി വെച്ചു. എൻഡ് ആങ്കറേജ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിലൂടെ ടെൻഡൻസ് പാസ് ചെയ്യും. അപ്പോൾ ഇപ്പോഴും നമ്മൾ ടെൻഷൻ എവിടെയും കൊടുത്തിട്ടില്ല, നമ്മൾ ചുമ്മാ പാസ് ചെയ്ത് വെച്ചിരുന്നേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യും. അപ്പോൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നു, അത് അത്യാവശ്യം സ്ട്രെങ്ത് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ശരിക്കും ഹൈഡ്രോളിക് ജാക്സ് വെച്ചിട്ട് ടെൻഷൻ ചെയ്യും. കോൺക്രീറ്റിനകത്തുള്ള വെള്ളം പോയാൽ അത് ഭയങ്കരമായിട്ട് അതിൻ്റെ സ്ട്രെങ്തിനെ അഫക്റ്റ് ചെയ്യും. സോ സ്ട്രെങ്ത് മാത്രമല്ല, ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ വെള്ളം എല്ലാം പോകുമ്പോൾ ടോട്ടൽ വോളിയം അങ്ങ് കുറയുക. കോൺക്രീറ്റിൻ്റെയും സ്റ്റീലിൻ്റെയും ടോട്ടൽ വോളിയം അങ്ങ് കുറഞ്ഞു. അതിനകത്ത് ഒരുപാട് നാൾ കഴിയുമ്പോൾ അത് ചെറുതായിട്ട് ലൂസ് ആവാൻ തുടങ്ങും. ആ സ്ട്രിങ്സ് ചിലപ്പം യൂസേജ് കാരണം ലൂസ് ആവാറുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഗിറ്റാറിസ്റ്റുകൾ ഇത് ടൈറ്റ് ആക്കുന്നത്, അത് ഈ റിലാക്സേഷൻ കാരണമാണ്. ആ കോളംസ് എല്ലാം കാണാൻ പറ്റും. നമ്മൾ അതിൻ്റെ കറക്റ്റ് ആ ഒരു ടാങ്കിൻ്റെ കമ്പോണൻസ് നോക്കുമ്പോൾ ഒരു ഡോം ഉണ്ടല്ലേ, അപ്പർ ഡോം ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഔട്ടർ ഒരു റിംഗ് ബീം കൊടുത്തിട്ടുണ്ട്. നമുക്ക് മേളിൽ നോക്കാം അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും വെള്ളം എല്ലാ സൈഡിലോട്ടും പ്രഷർ അപ്ലൈ ചെയ്യുന്നു. നമ്മൾ സ്ട്രെങ്തോമെട്രിക്സിനകത്ത് ഹൂപ്പ് സ്ട്രെസ്സിൻ്റെ ഒരു കൺസെപ്റ്റ് പഠിച്ചായിരുന്നു അല്ലേ. അതായത് അതിൻ്റെ ഡയമെട്രിക്കലി എല്ലാ അറ്റത്തോട്ടും വാട്ടർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്സിൻ്റെ വാല്യൂ എത്ര, ഗാമ ഡബ്ല്യുവിൻ്റെ എച്ച്. അവിടെ നമുക്ക് കാണാൻ പറ്റും വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് കൊടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു വെർട്ടിക്കൽ കാൻഡിലിവർ മൊമെൻറ്റ് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തത്. ഇനി അതിന് ചുറ്റും അവിടെ ഹൊറിസോണ്ടൽ റീഇൻഫോഴ്സ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഹൂപ്പ് ടെൻഷൻ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ AS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 0.85 ഇൻറ്റു ബി എത്രയാണ്, 200 ആണ്, ഇൻറ്റു ഡി എഫക്റ്റീവ് ഡെപ്ത് 375 ഡിവൈഡഡ് ബൈ FY. നമ്മൾ ഗ്രേഡ് സ്റ്റീൽ 415 ഗ്രേഡ് സ്റ്റീലാണ് ചെയ്യുന്നത്.